ഈ പീച്ചിങ്ങ കറി അല്ലെങ്കിൽ റെഡ്ജ് കൊണ്ടുള്ള കറി എൻ്റെ ഒരു ഫ്രണ്ട് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ. ഇത് ഞാൻ അവൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഈ പീച്ചിങ്ങ പുറമേ കാണുമ്പോൾ എന്ത് ഹാർഡല്ലേ, അതിൻ്റെ തോലിന് മാത്രമേ ഉള്ളൂ കേട്ടോ അത്ര കട്ടി. അതുപോലെ ഇത്രയും നല്ലൊരു സാധനം ഇല്ല നമുക്ക്. അതിൻ്റെ തോല് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ തൊലിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ തോല് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ തോല് കണ്ടാൽ മൂത്ത പോലെ തോന്നും, പക്ഷേ അതങ്ങനെയല്ല. ഈ ചിലർ വെളിയിൽ പരുക്കൻ പറയില്ലേ, അതുപോലെ ഉള്ളിൽ നല്ല സ്പോഞ്ചാണ്. ഞാൻ പീച്ചിങ്ങ കറിയായിട്ട് ചമ്മന്തിയായിട്ട് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, പലതരത്തിൽ. ഇന്ന് ഞാൻ വേറൊരു സ്റ്റൈലിലാണ് ഉണ്ടാക്കാൻ പോണത്. ഒരു പിടി പീനട്ട്സ് എടുത്തിട്ട് അതിനെ ഒന്ന് വറുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് നാളികേരം ചിരകിയതില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില. അതെങ്ങനെ നല്ലോണം വറുത്ത് അവിടെ ഇരിക്കട്ടെ. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് ഉള്ളി ഒന്ന് മുറിച്ചിടുക, 2-3 വെളുത്തുള്ളി, പിന്നെ നമ്മൾ മുളക്, എരിവിന് ആവശ്യമുള്ളത് ഇട്ടോളൂ കേട്ടോ. പീനട്ട്സ് അല്ലേ, അപ്പോൾ കുറച്ച് എരിവ് വേണ്ടി വരും. അതിലേക്ക് എള്ള് എനിക്കിത്തിരി ക്രേസ് കൂടുതലുള്ളതുകൊണ്ട് ഇട്ടതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. നമ്മൾ ആദ്യം വഴറ്റിയ സാധനങ്ങളും രണ്ടാമത് വഴറ്റിയ സാധനങ്ങളും ഒക്കെ മിക്സിയിലേക്ക് ഇടുക കേട്ടോ. നമുക്ക് അത് കഴിഞ്ഞ് വീണ്ടും അതേ പാൻ തന്നെ എടുക്കുക. കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക്, പിന്നെ പെരിഞ്ജീരകം, ജീരകം കേട്ടോ, പിന്നെ കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റുക കേട്ടോ. വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ ഈ പീച്ചിങ്ങ മുറിച്ചത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത ശേഷം അതിനൊന്ന് അടച്ച് വയ്ക്കുക. നമ്മുടെ മിക്സിയിൽ ഇതൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അതിനെ ഒന്ന് നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ കണ്ടോ, ഞാനിത് ഒരു ഇത്തിരിയേ വെള്ളം എടുത്തിട്ടുള്ളൂ, 2-3 സ്പൂൺ ഉണ്ടാവും കേട്ടോ. അത്ര വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. നിങ്ങളങ്ങനെ വെള്ളം പോലെ ആക്കരുത്. ഇത് കറിയല്ല, ഓക്കെ. ലൂസായിട്ട് ഒഴിച്ച് കറിയല്ല, കുറച്ച് തിക്ക് പേസ്റ്റായിരിക്കണം. ഇതിപ്പോൾ ഇവിടെ നമുക്ക് പീച്ചിങ്ങയൊക്കെ വെന്ത് കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് നമ്മൾ ആൾറെഡി ചുവന്ന മുളക് ഇട്ടിട്ടുണ്ട്. ഇത് ഒരു കളറിന് വേണ്ടി കാശ്മീരി ചില്ലിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ഇതിന് ആവശ്യമുള്ള ഉപ്പും. എന്നിട്ട് നമ്മൾ അരച്ച പേസ്റ്റ്, വെള്ളം മിക്സി കലക്കി ജാറ് കലക്കി വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ആ തിക്ക് പേസ്റ്റ് മാത്രം ഇടുക, ഓക്കെ. ഇതൊരു എന്താ പറയുക, കൂട്ട് കറി എന്നൊക്കെ പറയില്ലേ, അതുപോലെ കുറച്ച് തിക്കായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് വാങ്ങി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ കഴിക്കാൻ തോന്നുന്നോ അതൊക്കെ കഴിക്കുക. അത് അവനവൻ തീരുമാനിക്കുക കേട്ടോ, ഞാൻ പറയുന്നില്ല, ഓക്കെ. പിന്നെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇടുക. അപ്പോൾ നമുക്കിവിടെ ഒരു അടിപൊളി പീച്ചിങ്ങ കറി തയ്യാറാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. സോ കമൻറ്റ് ചെയ്യൂ. ഹാപ്പി കുക്കിംഗ്.